ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന പേരിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന തട്ടിപ്പിൽ അന്വേഷണം ശക്തമാകുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കും. അന്വേഷണ സംഘത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്താനാണ് തീരുമാനം. വിവരങ്ങളുമായി അപർണ KS ചേരുന്നു. അപർണ, ഏതായാലും ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് ആരോപിക്കപ്പെട്ട തട്ടിപ്പിൽ ഇപ്പോൾ ശക്തമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവത്തിൽ ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ സംഘത്തെ നിയോഗിക്കുക. ആരൊക്കെയാകും ഈ ഒരു സംഘത്തിലുണ്ടാകുക? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അരുണിമ, ഇതിഹാസ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കാമെന്ന പേരിൽ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന തട്ടിപ്പിൽ അന്വേഷണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കും. അന്വേഷണ സംഘത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനമായിരിക്കുന്നത്. മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്പോൺസർമാരിൽ നിന്നും മറ്റു പണം സമാഹരിച്ചതിൽ ക്രമക്കേടുകൾ ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. സാമ്പത്തിക ഇടപാടുകൾ, സ്പോൺസർഷിപ്പ് കരാറുകൾ, പണം കൈമാറിയ രീതി എന്നിവയും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതായിരിക്കും. സംഭവത്തിൽ നേരത്തെ തന്നെ വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ നടന്നിരുന്നു. നികുതി വെട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടുകളും നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അടക്കം അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ഇതിന്റെ തുടർച്ചയായാണ് കൂടുതൽ വിപുലമായ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കും. ഉത്തരവ് പുറത്തിറങ്ങുന്നതിന് പിന്നാലെയായിരിക്കും സംഘം അന്വേഷണം ആരംഭിക്കുക. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രേഖകളും സാമ്പത്തിക ഇടപാടുകളും ശേഖരിച്ച ശേഷം ബന്ധപ്പെട്ടവരുടെ മൊഴി എടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്കായിരിക്കും സംഘം ആദ്യം തന്നെ കടക്കുക. മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രചരണം നടന്നിരുന്നു. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതര ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. സർക്കാരിനെ അടക്കം കുരുക്കിലാക്കുന്ന തരത്തിലുള്ള കരാറുകൾ അടക്കം ഈ കരാർ കമ്പനികളും മറ്റുമായി നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. മുൻ കായിക മന്ത്രി ബി അബ്ദുൽ റഹ്മാന്റെ പങ്കടക്കം എന്തായാലും ഈ സംഘം അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അരുണിമ, വ്യക്തമാണ് വിവരങ്ങൾ നൽകിയത് അപർണ KS. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ സമര കേന്ദ്രമായി മാറിയ എറണാകുളം കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസുകൾ ഇന്ന് പുനരാരംഭിച്ചു. ഇന്നലെ വിദ്യാർത്ഥികളുടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു. വിദ്യാർത്ഥി പ്രതിനിധികളും മാനേജ്മെന്റ് പ്രതിനിധികളുമായി നടന്ന ചർച്ചയിലാണ് തീരുമാനം. വിവരങ്ങളുമായി വിഷ്ണു വിനോദാണ് ചേരുന്നത്. വിഷ്ണു, എന്തായാലും ഇന്നു മുതൽ ക്ലാസുകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. താൽക്കാലികമായി വിദ്യാർത്ഥികളുടെ സമരമൊക്കെ അവസാനിപ്പിച്ചിരുന്നു. എന്തായാലും മാനേജ്മെന്റ് പ്രതിനിധികൾ ഇവരുടെ ഉറപ്പ് പാലിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ വിദ്യാർത്ഥികൾ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇപ്പോൾ നിലവിൽ കോതമംഗലം MA കോളേജിലെ ക്ലാസുകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന മാനേജ്മെൻറ്റ് പ്രതിനിധികളും വിദ്യാർത്ഥികളുമായി നടന്ന ഇന്നലത്തെ ചർച്ചയിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ ക്ലാസുകൾ പുനരാരംഭിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഇന്നു മുതൽ അപ്പോൾ വിദ്യാർത്ഥികൾ സാധാരണ നിലയ്ക്ക് ക്ലാസുകൾ വരികയും പഠിക്കുകയും ചെയ്യുന്ന ഒരു നിലയാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. പക്ഷേ തന്നിരിക്കുന്ന ഉറപ്പുകളിൽ നിന്ന് മാനേജ്മെൻറ്റ് അധികൃതർ ഏതെങ്കിലും നിലക്ക് പുറകോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുൻപോട്ട് പോകുമെന്നുള്ളതാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപാകെ കോളേജിലെ യൂണിയൻ ഭാരവാഹികളടക്കം പറയുന്ന നിലയുണ്ടായിട്ടുള്ളത്. അവർക്കൊപ്പം വിവിധ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കന്മാരായിട്ടുള്ള SFIയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശിവപ്രസാദും KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അലോഷ്യസ് സേവ്യർ അടക്കമുള്ള വിദ്യാർത്ഥി നേതാക്കളും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥി സംഘടനകളുടെയും പൂർണ്ണമായ പിന്തുണ ഈ ഒരു സമരത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിനകത്ത് ചർച്ചയിലെടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു ഒരു ആഭ്യന്തര അന്വേഷണ സമിതിയെ നിയോഗിക്കും ഈ ഒരു വിഷയത്തെ കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിൽ വിദ്യാർത്ഥികളടക്കം ഉൾപ്പെടുന്ന ഒരു അന്വേഷണ സമിതിയായിരിക്കും നിലവിൽ രൂപീകരിക്കുന്നത്. നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന അധ്യാപകരെയും ഈ ഒരു സമിതിക്കകത്ത് ഉൾപ്പെടുത്തും. ആ അംഗങ്ങളെയും ഇന്ന് തീരുമാനിക്കാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ നിലവിൽ കാണുന്നത്. അതിനുശേഷമായിരിക്കും ഈ പറയുന്ന വിദ്യാർത്ഥികൾ മുൻപോട്ട് വെച്ച 12 ആവശ്യങ്ങൾ കുടുംബത്തിന്, അതായത് മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട 12 ആവശ്യങ്ങൾ ഈ ഒരു കമ്മിറ്റിക്ക്
കമ്മിറ്റിക്കകത്തായിരിക്കും ഈ ഒരു ആഭ്യന്തര അന്വേഷണ സമിതി രൂപീകരിച്ചതിന് ശേഷം അതിനകത്തായിരിക്കും ഈ ഒരു വിഷയങ്ങൾ ചർച്ച ചെയ്യുക. അതിനുശേഷം തീരുമാനമെടുക്കുമെന്നുള്ള നിലയ്ക്കാണ് ഇന്നലെ ചർച്ച അവസാനിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ സമരം അവസാനിപ്പിച്ചത്. അതിന് പുറമെ തന്നെ കുറ്റാരോപിതരായിട്ടുള്ള HODയെയും KTU കോർഡിനേറ്ററെയും ഈ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു നടന്ന മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മാറ്റി നിർത്തുന്ന ആ ഒരു സാഹചര്യവും ഉണ്ടാകും എന്നുള്ളത് ഇന്നലെ നടന്ന ചർച്ചയിൽ ഒരു തീരുമാനമായിരുന്നു. അതിന് പുറമെ തന്നെ നിലവിൽ പ്രിൻസിപ്പളിനെ ഈ ഒരു വിഷയത്തിനകത്ത്, അതായത് ഈ ഒരു കമ്മിറ്റിക്കകത്ത് യാതൊരു തരത്തിലുള്ള ഇടപെടലുകൾക്കും അനുവദിക്കില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട തീരുമാനവും ഇന്നലെ ചർച്ചയുടെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റും തമ്മിലൊരു തീരുമാനത്തിൽ എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പിന്നെ സമരത്തിനിറങ്ങിയ വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരുവിധ തരത്തിലുള്ള അച്ചടക്ക നടപടികളും സ്വീകരിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു തരത്തിലുള്ള പ്രധാനമായ തീരുമാനം ഇന്നലെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ വിദ്യാർത്ഥികളുടെ പക്ഷത്തു നിന്നുകൊണ്ട് മാനേജ്മെൻറ്റിന് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ ഏതെങ്കിലും തരത്തിൽ നിന്ന് വിദ്യാർത്ഥികളുടെ നിലപാടുകളിൽ നിന്നും ഏതെങ്കിലും തരത്തിലല്ല അവരുടെ ആവശ്യങ്ങളിൽ നിന്നും പുറകോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ പ്രതിഷേധ പരിപാടികൾ ഘടിപ്പിക്കും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു നിൽക്കുന്നത്. എന്നാണെങ്കിലും ഇപ്പോൾ നിലവിൽ കോളേജിലെ സാഹചര്യം ശാന്തമായി പോകുന്നു. അവിടെ ക്ലാസുകൾ പുനരാരംഭിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളെല്ലാവരും ക്ലാസ്സുകളിൽ കയറി പഠിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ ഏറ്റവും പുതിയ വാർത്ത. അതിനകത്ത് ഈ പറയുന്ന അന്വേഷണ സമിതി അംഗങ്ങളെ ഇന്ന് തന്നെ തീരുമാനിച്ചേക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അരുണിമ, വ്യക്തമാണ് വിവരങ്ങൾ നൽകിയത് വിഷ്ണുവിന്.